പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 43-ാം ദിനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. അനുരഞ്ജന ശുശ്രൂഷ വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കുർബാനയുടെ ദൈവ ഐക്യ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതായത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദൈവ ഐക്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കർത്തൃ പ്രാർത്ഥനയാണ് നാം ചൊല്ലുന്നത്. കാരണം അനുരഞ്ജനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവകാശം. അത് ആരംഭിക്കുമ്പോൾ വൈദികൻ സ്വകാര്യമായിട്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എത്ര ഹൃദയസ്പർശിയാണെന്നറിയാമോ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഈ അധരങ്ങളിലൂടെയാണ് നാവിലേക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അന്ന് മുഴുവൻ നമ്മൾ കണ്ടുമുട്ടുന്നവരോട് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഈ അധരങ്ങളെ പൗത്രീകരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അച്ഛനത് ചൊല്ലുന്നില്ലെങ്കിലും നിങ്ങൾ സ്വകാര്യമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ, അതെപ്പോഴെങ്കിലുമൊക്കെ അത് ചൊല്ലുവാനായിട്ട് സ്വയം വായിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കണം. അതിനുശേഷം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനയുടെ അവസാനമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. എത്ര അർത്ഥപൂർണമാണെന്നറിയാമോ. അതിനുശേഷം ചൊല്ലുന്ന ഒരു പ്രാർത്ഥന, അത് സഭാപിതാക്കന്മാർ പറയുന്നത് ഒരുപക്ഷെ വൈദികൻ മറ്റൊരവസരത്തിൽ ചെല്ലുന്ന ഭൂതോച്ചാടന പ്രാർത്ഥനയേക്കാൾ, എക്സോർസിസം പ്രയറിനേക്കാൾ അതിശക്തമായ ഉന്നതമായ അഭിഷേകമുള്ളൊരു പ്രാർത്ഥനയാണ്. ചിലപ്പോൾ അത് നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഹൃദയം കൊണ്ട് എല്ലാവരും അതിൽ പങ്കുചേരണം. ഞാനത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപക്ഷെ നാളെ കഴിഞ്ഞ് നമ്മുടെ പെസഹ വ്യാഴാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അഭിഷേകം നിറയാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും അന്ധകാര ശക്തികളുണ്ടെങ്കിൽ, കുർബാനയുടെ അഭിഷേകത്തെ തടസ്സപ്പെടുത്തുന്ന നാരകീയ ശക്തികളുണ്ടെങ്കിൽ, അതിനിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടാനായിട്ട് ആ പ്രാർത്ഥന ഈ നിമിഷം ഞാൻ ചൊല്ലുകയാണ്. ഹൃദയം കൊണ്ട് നിങ്ങൾ എന്നോട് ചേരുക. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എത്ര അധികാരത്തോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ഹൃദയസ്പർശിയാണത്. ദൈവത്തിന് മാത്രമേ ദുഷ്ടാരൂപിയിൽ നമ്മെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. സാത്താന്റെ അധികാരത്തെ നമ്മൾ ആ നിമിഷം തച്ചുടയ്ക്കുകയാണ്, ഛിന്ന ഭിന്നമാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അച്ഛൻ സമാധാനം ആശംസിക്കുന്നത്. അത് ഉദ്ധിതന്റെ സമാധാന ആശംസ തന്നെയാണ്. സ്നേഹിക്കുവാനുള്ള ഈശോയുടെ കൽപ്പനയും താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായിത്തീരാനുള്ള ഈശോയുടെ ആഗ്രഹവും അതിൻ്റെ അകത്തുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഈശോയെ, നിന്റെ സ്നേഹാഗ്നി ചുളയിൽ ആ അന്ധകാര ശക്തി വിട്ടുപോകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് അനുഭവിക്കാനുള്ള അവസരം കിട്ടുകയില്ല. അതുകൊണ്ടാണ് പിന്നെ അച്ഛൻ ചൊല്ലുന്നു, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരണം. വിശുദ്ധർക്കെയും കുർബാന അതിൻ്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കുർബാന സ്വീകരണത്തിലൂടെ ദിനംതോറും വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു ചെറിയ ആത്മശോധന കൂടിയാണ്. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വൈദികൻ സ്വകാര്യമായി ചൊല്ലുന്ന 3 പ്രാർത്ഥനകളുണ്ട്. വളരെ ഹൃദയസ്പർശിയാണ്. കർത്താവേ, നിന്റെ തിരുശരീരം എനിക്ക് ശിക്ഷാവിധിക്ക് ഹേതുവാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കാതിരിക്കാനുള്ള അവസാനത്തെ ഓർമ്മപ്പെടുത്തലാണ്. 3ാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവായ മിശിഹായേ, ഞാൻ അയോഗ്യനെങ്കിലും നിന്റെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം ഇതാ എൻ്റെ കരങ്ങളിൽ. നിന്റെ കാരുണ്യത്താൽ ദാനമായി ഞാൻ സ്വീകരിക്കുന്ന ഭയഭക്തിജനകമായ ഈ രഹസ്യത്തിൻ്റെ ശക്തിവിശേഷം എന്നിൽ പ്രകടമാക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഇവിടെ സമഗ്രമായൊരു ഹീലിംഗ്. അച്ഛനാണ് ആദ്യം കുർബാന സ്വീകരിക്കുന്നത്. പക്ഷെ അത് സ്വീകരിക്കുന്ന നിങ്ങൾക്കും സ്വീകരിക്കുന്ന വൈദികനും ഒരു ടോട്ടൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ അവിടെ ഹീൽ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ സൗഖ്യമാക്കപ്പെടുകയാണ്.
രോഗം മാറും, മനസ്സിലെ വിദ്വേഷം മാറും, ആത്മാവിൻ്റെ മാലിന്യം മാറും. കാരണം എന്താണ്? നമ്മൾ മിശിഹായുടെ ശരീരരക്തങ്ങളോടും ഒന്നാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മറക്കരുത്. അതിനുശേഷമാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര ഭക്തിയോടുകൂടിയാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരേണ്ടത്. ആത്മീയ പിതാക്കന്മാർ പറയുന്നത്, ഒരു സത്യത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് വൈദികൻ വരികയല്ല ചെയ്യേണ്ടത്, ജനങ്ങൾ പ്രദക്ഷിണമായിട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ആത്മീയ അഭിഷേകം കിട്ടാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുക. അത് സഭാപിതാക്കന്മാർ നർസിയുമൊക്കെ ഇത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് വരുമ്പോൾ മാലാഖമാരുണ്ട്. അപ്പം മാലാഖമാരോട് ചേർന്ന് ഒരു പ്രദക്ഷിണമായിട്ടാണ് മുമ്പോട്ട് വരുന്നത്. വൈദികൻ താഴേക്ക് വരുന്നതല്ല നല്ലത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമ്മൾ ചൊല്ലുന്ന ഒരു മനോഹരമായ ആ പ്രാർത്ഥനയുടെ കുർബാന സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ ഈശോയുടെ ഒരു വചനം കൂടി നിങ്ങൾ ഓർമ്മിക്കണം. എന്താണെന്നറിയാമോ? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. മറ്റൊരവസരത്തിൽ ഞാനത് വിശദീകരിച്ചു തന്നതാണ്. ഞാനത് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ലോവർ ലെവലിലുള്ളത് ഹയർ ലെവലിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഞാൻ രാവിലെ മത്സ്യം അല്ലെങ്കിൽ മീൻ കഴിച്ചാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ലോവർ ലെവലിലുള്ള മീൻ ഹയർ ലെവലിലുള്ള എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നിങ്ങൾ ഓർമ്മിക്കണം, ഇതിനുശേഷം നമ്മുടെ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനകളിലുമൊക്കെ എന്താണ്? നിന്നിൽ വസിക്കുക എന്നുള്ളതിനെ അതാണ് കൂടുതൽ പറയുന്നത്. എന്നിലേക്ക് നീ വസിക്കാൻ വന്നുവെന്നല്ല, ഞാൻ നിന്നിൽ വസിക്കുന്നുവെന്നാണ് പറയുന്നത്. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാ ആത്മാവിലേക്ക് ഒരു അഭിഷേകം നിറയ്ക്കാൻ മനോഹരമായൊരു ആത്മീയ ചിന്ത കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എന്താണ്? ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോ എൻ്റെ ഉള്ളിൽ വരുന്നത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ എന്നിൽ വസിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ ഈ ഒരു ബോധ്യം എനിക്ക് കിട്ടിയത്. എന്താണെന്നറിയാമോ? കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലാവുകയാണ്. ഹല്ലേലൂയ! എത്ര മനോഹരമായ ബോധ്യമാണ്. അത് ഡാനിയേലച്ചൻ ഏതോ യൂട്യൂബിൽ ഇടയ്ക്ക് പറഞ്ഞത് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്ത് അത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. അതായത് കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഉള്ളിലാകുന്നുവെന്നുള്ളത് വക്ഷസിലേക്ക് ചാരിക്കിടക്കുന്നുവെന്ന് ഞാനന്ന് നിങ്ങളോട് പറഞ്ഞു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അത് ധ്യാനിക്കുന്നത് കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാവുകയാണ്. ഞാൻ അംഗമായിരിക്കുന്ന സമൂഹത്തിൻ്റെ പേര് തിരുഹൃദയ ദാസ സമൂഹം എന്നാണ്. ആ OSH അല്ലെങ്കിൽ തിരുഹൃദയ ദാസ സമൂഹം എന്ന ആ സമൂഹത്തിൻ്റെ അംഗമായത് കൊണ്ടായിരിക്കാം ഇത് എന്നെ കൂടുതലായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. എന്താണ്? കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ഉള്ളിലേക്കാവുകയാണ്. അങ്ങനെ ദൈവവുമായി നമ്മൾ ഒന്നാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ടാണ് മാറുകയാണ് ചെയ്യുന്നത്. ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിൽ ലയിച്ച് ഒന്നാവുകയാണ്. ഈ ഒരു ആനന്ദ ജീവിതത്തിൽ ഒരിക്കലും ആർക്കും കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ ഒരു പ്രായോഗിക നിർദ്ദേശം കൂടി നിങ്ങൾക്ക് തരുന്നു. സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ മുൻപ് നിങ്ങൾക്ക് പറഞ്ഞു തന്നോന്ന് എനിക്കറിയില്ല. ഇടതുകരം താഴെ വെച്ച് വലതുകരം ഇടതുകരത്തിൻ്റെ മുകളിലാണ് വെക്കേണ്ടത്. കാരണം ഇടതുകരത്തിൽ കുർബാന സ്വീകരിക്കുന്നത് അശ്രീകരമാണ് എന്നുള്ള ഒരു ചിന്ത പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് നാം അങ്ങനെ ചെയ്യേണ്ടത്. സഭാപിതാക്കന്മാരങ്ങനെ പഠിപ്പിക്കുന്നതാണ്. കഴിയുമെങ്കിലും ഇടതുകരം അടിയിൽ വെച്ച ശേഷം വലതുകരം കുരിശാകൃതിയിൽ വെക്കണം. അങ്ങനെയാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അല്പം വശത്തേക്ക് മാറി നിന്നിട്ട് വലതുകരത്തിൽ നിന്ന് നേരിട്ട് നാവിലേക്ക് നമ്മൾ സ്വീകരിക്കണം. അതാണ് ഏറ്റവും മനോഹരമായ ഒരു അനുഭവം. നേരിട്ട് നമ്മുടെ നാവിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടതുകരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇടതുകരം, ഒരിക്കൽ കൂടി പറയുന്നു, ഇടതുകരം അടിയിൽ വെച്ച് വലതുകരം മുകളിൽ വെച്ച് കഴിയുമെങ്കിൽ കുരിശാകൃതിയിൽ വെച്ച് കുർബാന ആ വലതുകരത്തിലേക്ക് വെച്ച ശേഷം അല്പം വശത്തേക്ക് മാറി നിന്ന്, കാരണം പിന്നിൽ ആളുണ്ടല്ലോ, അവിടെ വെച്ച് തന്നെ നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കരുത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്പം വലതുവശത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വശത്തേക്ക് മാറി നിന്നിട്ട് അത് നേരിട്ട് നാവ് കൊണ്ട് സ്വീകരിക്കുമ്പോൾ അത് വലിയൊരു അഭിഷേകമായി മാറുമെന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 1-2 കൊച്ചു കാര്യങ്ങൾ കൂടി. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം,
ഇതാണ് കുർബാന സ്വീകരിച്ച് അച്ഛന്മാർക്ക് തിരുരക്തത്തിൽ മുക്കി സ്വീകരിക്കുമ്പോൾ കുറേ കൂടി ഒരു ഹൃദയസ്പർശിയായ അനുഭവം കിട്ടും. പക്ഷെ നിങ്ങളും അത് ഓർമ്മിച്ചുകൊള്ളൂ, ശരീരത്തിൽ രക്തമുണ്ട് എന്ന് മനസ്സുകൊണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തിരുരക്തത്തിൽ മുക്കിത്തരുവാനുള്ള ഒരു സാധ്യതകളില്ലാത്തത് കൊണ്ടാണ്. ഞാനിതിന് ശേഷം പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ മുദ്ര ചെയ്യും. യേശുവിൻ്റെ രക്തം കൊണ്ടാണ് മുദ്ര ചെയ്യുന്നത്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, പിന്നെ ബുദ്ധി, മനസ്സ്, ഹൃദയം. ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ ഒരു കൊച്ചു പാട്ടുണ്ട്, അതെന്നെ ഒത്തിരി സ്വാധീനിക്കും. യേശുവേ നിന്തിരു രക്തത്താൽ എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി കഴുകണമേ, ഹൃദയത്തിൽ ചെയ്തതാം പാപങ്ങളെല്ലാം നിന്തിരു രക്തത്താൽ കഴുകണമേ. ഞാൻ പെട്ടെന്ന് പാടിക്കൊണ്ട് അത്ര ട്യൂണില്ല, പൊതുവെ പാട്ട് അത്ര വശമില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുവേ നിന്തിരു രക്തത്താൽ എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി കഴുകണമേ, ഹൃദയത്തിൽ ചെയ്തതാം പാപങ്ങളെല്ലാം, അല്ലെങ്കിൽ ഹൃദയത്തിൽ വന്നതാം പാപങ്ങളെല്ലാം നിന്തിരു രക്തത്താൽ കഴുകണമേ. പിന്നെ ഞാൻ മുദ്ര ചെയ്യുന്നത് എൻ്റെ മനസ്സിനെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഓർമ്മയെ മുദ്ര ചെയ്യും. പിന്നെ എൻ്റെ ചിന്തകളെ മുദ്ര ചെയ്യും. പിന്നെ എൻ്റെ നാവിനെ ഉറപ്പായിട്ട് ഞാൻ മുദ്ര ചെയ്യും. ഈ നാവ് കൊണ്ട് അശുദ്ധി വരരുത്. കാരണം കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവ് ചാപ്പലായി മാറുകയാണ് ചെയ്യുന്നത്. കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവ്, ഈശോയെ സ്വീകരിച്ച നാവ് പിറ്റേ ദിവസം കുർബാന സ്വീകരിക്കുന്നത് വരെ ചാപ്പലായിട്ട് മാറുകയാണ്. എൻ്റെ കണ്ണിനെ മുദ്ര ചെയ്യും. അശുദ്ധിയുള്ള ഒരു ചിത്രത്തിലേക്കോ ഒരു തരത്തിലും കണ്ണിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് വേണം കുർബാന സ്വീകരണത്തിൻ്റെ നിമിഷങ്ങൾ മാറേണ്ടത്. അത് നമ്മൾ ദൈവവുമായിട്ട് ലയിച്ചു ചേരുന്ന ഒരു അനുഭവമാണ്. വൈദികർ തിരുരക്തം സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ഈ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ സ്വർഗീയ മണവാള, നിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്ക് നിന്റെ അമൂല്യ രക്തത്തിന്റെ കാസ നീ സജ്ജമാക്കി. എന്താണെന്നറിയാമോ? ഇതൊരു മണവറയ അനുഭവമാണ്. മണവറയ അനുഭവം എന്ന് പറയുന്നത് കുർബാന സ്വീകരിക്കുമ്പോൾ മണവാളനായ ഈശോയോട് നമ്മളെല്ലാം മണവാട്ടികളോട് ഒന്നാവുകയാണ് ചെയ്യുന്നത്. മണവാളനും മണവാട്ടിയും ഒന്നാകുന്ന മണവറ അനുഭവമാണ്. ദമ്പതികൾക്ക് ദാമ്പത്യ ജീവിതത്തിലെ ആ സന്തോഷം എങ്ങനെയാണോ അവർ അനുഭവിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ആത്മീയ സന്തോഷം ഇവിടെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും വൈദികരോടും ഒരു ആത്മീയ ബോധ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ദമ്പതികൾക്ക് എത്രമാത്രം അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളാണ്, ദാമ്പത്യ ബന്ധത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളാണ് അവരുടെ ദാമ്പത്യ ജീവിതത്തെ മനോഹരമാക്കുന്നത്. വൈദികർക്കും സമർപ്പിതർക്കും അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരാനന്ദമില്ലെങ്കിലും ഈ സമർപ്പിത ജീവിതം, സന്യാസ ജീവിതം, പൗരോഹിത്യ ജീവിതം ആസ്വദിക്കുവാൻ കഴിയില്ല. ആ ദാമ്പത്യ ബന്ധം എന്നെ കേൾക്കുന്ന എല്ലാവരും, ദമ്പതികളും എല്ലാവരും ഓർമ്മിക്കുക, ഇവിടെ ഒരു മണവറ അനുഭവം ഈശോയുമായുള്ള ഒരു സ്വകാര്യ നിമിഷമാണ്. അപ്പോൾ തരുന്ന ആനന്ദം ഈ ഭൂമിയിൽ മറ്റാർക്കും നമുക്ക് തരാൻ കഴിയില്ല. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കുർബാന സ്വീകരണം ഒരു അനുഭവമായി മാറാൻ, ഒരിക്കലും മറക്കാത്ത ഓർമ്മയായി ഓരോ ദിവസത്തെ കുർബാന സ്വീകരണത്തിന് വേണ്ടി കൊതിയോടുകൂടി നോക്കിയിരിക്കുവാൻ, ഒരു കുർബാന കഴിഞ്ഞാൽ അടുത്ത കുർബാന വരെ കുർബാനയ്ക്കുള്ള ഒരുക്കമാണെന്ന് പറഞ്ഞ മരീവിയാനി പിതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പെസഹാ ദിനത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, തിരിച്ചോര കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യണമേ. കർത്താവെ, എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.